വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ് സർക്കാരിൻ്റെ ഈ 4ാം വാർഷികാഘോഷത്തിന് ലഭിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ എൻ്റെ കൂടെ മന്ത്രി വി അബ്ദുറഹ്മാൻ ചേരുന്നു. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുന്നു, അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുകയാണ്. കേരളത്തിൻ്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. കേരളത്തിൽ കടന്നുപോയ 9 വർഷങ്ങൾ കേരള വികസനത്തിൻ്റെ മാതൃക അത് രാജ്യത്തിന് കാണിച്ചു കൊടുത്ത മാതൃകയാണ്. ഇന്ന് ഓരോ പ്രദേശങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ, ഓരോ സെക്ടറും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യവസായം തുടങ്ങിയ എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് കായിക മേഖലയിൽ നാളിതുവരെയില്ലാത്ത അടിസ്ഥാന സൗകര്യ വികസനം ചെയ്യാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ഈ സുവർണ കാലഘട്ടം എന്നുള്ള ജനങ്ങൾക്ക് ബോധ്യമായി. ഇന്ന് ജനങ്ങളത് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് മാറ്റമുണ്ടായിരിക്കുന്നു. ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തിൽ എല്ലാം നടക്കും, കേരളമാണ് നമ്പർ 1 എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. ഇതാണ് ഈ ജനപങ്കാളിത്തത്തിൻ്റെയും ജനപിന്തുണയുടെയും കാരണമായി നമ്മൾ കാണുന്നത്. ഭരണ തുടർച്ചയിലൂടെ ചരിത്രം സൃഷ്ടിച്ചതാണ്. മൂന്നാമതൊരു സർക്കാർ കൂടി അധികാരത്തിൽ വരും. തീർച്ചയായിട്ടും അത് ജനങ്ങൾ തീരുമാനിക്കും. കാരണം ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്നത് യുവാക്കളായാലും വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും ഒക്കെ തന്നെ ഈ ഗവൺമെൻറ്റിനോട് നിൽക്കുകയാണ്. ഒരു വർഗീയ കലാപൻ പോലും ഇല്ലാത്തൊരു നാടായി കേരളം മാറ്റിയെടുത്തത് സഖാവ് പിണറായി വിജയൻ്റെ കഴിവ് തന്നെയാണ്. തീർച്ചയായും ജനങ്ങൾ വീണ്ടും ഈ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കും, ഒരു സംശയം വേണ്ട. ഈ വികസനം ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷം അത് ബഹിഷ്കരിക്കുകയാണ്. ജനങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. ജനങ്ങളത് ഏതെങ്കിലും ടി വിയിലെ കാർട്ടൂൺ പോലെ മാത്രമേ അതിന് കാണുന്നുള്ളൂ. അപ്പോൾ നമ്മളതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നതല്ല അവർ പറയുന്നത്. ജനങ്ങൾ നാടിൻ്റെ വികസനവും നാടിൻ്റെ ഉയർച്ചയുമാണ് ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷം അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ പ്രതിപക്ഷത്തിന് പിന്തുണ നൽകാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം. അതെല്ലാം നമ്മൾ കാണുന്നതല്ലേ, നമ്മളതേക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കേരളം വലിയ പ്രതിസന്ധികൾ, പ്രകൃതി ദുരന്തങ്ങൾ, അതോടൊപ്പം തന്നെ കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ നേരിടുന്ന ഒരു പ്രശ്നം കേന്ദ്രത്തിൻ്റെ ഒരു അവഗണനയാണ്. ഇത്തരം പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് കേരളം ഒരു ബദൽ തീർക്കുകയാണല്ലേ? ബദൽ തീർത്തല്ലോ. എല്ലാത്തിനും പ്രളയം വന്നു, കോവിഡ് വന്നു, ദുരന്തങ്ങൾ വന്നു, കേന്ദ്ര വിതച്ച ഏറ്റവും വലിയ ദുരന്തങ്ങൾ വന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനെ പോലും മറികടന്ന് ഇപ്പോൾ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാതൃകയായി കേരളം മാറി. ഓരോ കാര്യത്തിനും കേന്ദ്ര വകുപ്പ് മന്ത്രിമാർ കേരളത്തെയാണ് മോഡലായി കാണുന്നത്. ഇന്ന് രാജ്യത്ത് ഏത് സംസ്ഥാനങ്ങൾ ചെന്നാലും ഒരു കേരള മോഡൽ വികസനം വേണമെന്ന് മറ്റു സംസ്ഥാനങ്ങൾ പറയുന്നു. അതിന് കാരണം എന്താ? നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ആത്മാർത്ഥമായി ഈ മേഖലയെ നമ്മൾ ശ്രദ്ധിക്കുന്നു. അഴിമതിയില്ലാത്തൊരു ഭരണം ജനങ്ങൾക്കായി നമ്മൾ കാഴ്ചവെച്ചു കഴിഞ്ഞ 9 വർഷമായി. അത് തന്നെയാണ് മാറ്റം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മന്ത്രി വി അബ്ദുറഹ്മാനാണ് സംസാരിച്ചത്. LDF സർക്കാരിൻ്റെ 4ാം വാർഷികത്തിന് സംസ്ഥാനതല ഉദ്ഘാടനം അല്പസമയത്തിനകം കാലിക്കടവിൽ നടക്കും.